Hey all, how are you all doing? So today we made a visit to Kainkulam Fest, which is of course happening at Kainkulam, and this is actually a pet show. Pet show മാത്രമല്ല, ആസ് യൂഷ്വൽ എല്ലാ ഷോസിലും ഉണ്ടാവുന്ന പോലെ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്റ്റാൾസ് ഉണ്ട്, ഗെയിം സോൺസ് ഉണ്ട്, ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, ആൻഡ് ദെൻ റൈഡ്സ് ഉണ്ട്. Entry fees was just 30 rupees, which I found very affordable. എൻട്രിക്ക് മാത്രം ഒരു 100-200 റുപ്പീസ് പേ ചെയ്ത് ദെൻ ആക്ടിവിറ്റീസിന് എക്സ്ട്രാ പേ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഏർപ്പാടാണ്. ഇവിടെ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് എൻട്രി ഫീസാണ്, ബിക്കോസ് ഇറ്റ് വാസ് ഓൺലി 30 റുപ്പീസ്. സോ വി വിസിറ്റഡ് ട്വൈസ് ഓൺ ദ സെയിം ഡേ. പിന്നെ 30 റുപ്പീസിനുള്ളതൊക്കെ മാത്രം ഇവിടെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി കേട്ടോ, ബിക്കോസ് ഒത്തിരി ആനിമൽസും ബേർഡ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് എറണാകുളത്തുണ്ടായിരുന്ന ഒരു പെറ്റ് ഷോ ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 100 റുപ്പീസ് ആയിരുന്നു എൻട്രി ഫീസ്, ഇവിടെ ഇറ്റ് വാസ് ജസ്റ്റ് 30. സോ ആ ഒരു ഡിഫറൻസ് ഇവിടെയുള്ള ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ കൗണ്ടിലും വെറൈറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അനിമൽസിൻ്റെ ഏരിയ കഴിഞ്ഞാൽ ദെൻ കം ഷോപ്പിംഗ് സ്റ്റാൾസ്. ഈ ഒരു അക്കുപ്രഷർ മസാജ് വാസ് സോ ഗുഡ്. പക്ഷേ ഞാൻ ഈ കാശ് മുടക്കി കണ്ട മേളയിലൊക്കെ കയറുന്നതിൻ്റെ മെയിൻ റീസൺ ഇസ് ദിസ് നോർത്ത് ഇന്ത്യൻ പിക്കിൾസ്. ഇങ്ങനത്തെ മേള എവിടെ കണ്ടാലും ഞാൻ കയറും, ജസ്റ്റ് ടു മേക്ക് ഷുവർ വെദർ ദിസ് പിക്കിൾസ് ആർ അവൈലബിൾ ഓർ നോട്ട്. ഉണ്ടെങ്കിൽ വാങ്ങിയിട്ടേ പോകത്തുള്ളൂ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗെയിം സോൺ ഉണ്ടായിരുന്നു. എല്ലാ മേളയിലും കാണുന്ന പോലെ ആളുകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ്. 50 റുപ്പീസിന് റിങ് വാങ്ങി 20 രൂപയുടെ ബിസ്ക്കറ്റുമായിട്ട് വീട്ടിൽ പോകുന്ന ഏർപ്പാടാണ്. എൻ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാൾ കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ദാറ്റ്സ് ഇറ്റ്. വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നൊരു ഏരിയ ഉണ്ട്. ആളുകൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരവസ്ഥയല്ല. ഗ്രൗണ്ടൊക്കെ നല്ല മോശമായിരുന്നു മഴ പെയ്തിട്ട്. ചെളി കാരണം അവിടെ ഇതിന് ഫ്രണ്ടിൽ കസേര ഇടാനോ ഇരിക്കാനോ പറ്റുന്നൊരവസ്ഥയായിരുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റുന്ന ഗെയിം സോൺസ് ഉണ്ട്. അവിടെ കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട്. കൂടാതെ ഫുഡ് സ്റ്റോൾ ഉണ്ട്. ആസ് യൂഷ്വൽ കോളിഫ്ലവർ ബജ്ജി, ഐസ്ക്രീംസ്, ഇതൊക്കെ തന്നെയാണ്. നമ്മൾ 2 തവണ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഫസ്റ്റ് ടൈം വീഡിയോസ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. രണ്ടാമത് അകത്ത് കയറി ഉടനെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് സ്റ്റോൾസിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സോ ബാക്കി വന്ന ഫുഡ് ഫുള്ള് നമുക്ക് തന്നു അറ്റ് ജസ്റ്റ് ₹50. ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്ത ശേഷം ഒരു ഷോയുടെ അകത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സ്റ്റോൾസിലൊക്കെ നിൽക്കുന്നവർ അവരുടെ വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിരുന്നു. ആൻഡ് വി ഹാഡ് എ ഗുഡ് കോൺവെർസേഷൻ വിത്ത് ഓൾ ഓഫ് ദെം. അവരെങ്ങനെ ഈ ആനിമൽസിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, എങ്ങനെ ഫീഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആൻഡ് ഓൾസോ ഫ്രീ ഫുഡും കിട്ടി. ഈ ഷോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇതാ ഇവിടെയാണ്, ബിക്കോസ് ഇവിടെ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സ്, ആനിമൽസ് ആൻഡ് റെപ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. കൗണ്ടർ ക്ലോസ് ചെയ്ത ശേഷവും ഇവിടെ കുറച്ച് നേരം കൂടി ഹോൾഡ് ഓൺ ചെയ്തതുകൊണ്ട് ഈ ഒരു ലൈവ് ഫീഡിങ് കൂടി കാണാൻ പറ്റി. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ആൻഡ് ഇതും എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. ആളുകൾ പറയുന്ന പോലെ വഴുവഴുവൊന്നുമല്ല, ബട്ട് ഇറ്റ് വാസ് വെൽവെറ്റി ആൻഡ് സോഫ്റ്റ്. And with this, our show comes to an end. So if you're residing closer to Kainkulam, I truly recommend everyone to visit this show because it's affordable, it's worthy, and much more. If you like this video, do like, share, comment, and subscribe. Thank you.